ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മുത്തായ തങ്ങളിലൂടെ അള്ളാഹു അവിടെ അവതരിക്കപ്പെടുകയാണ് അവൻ്റെ അടിമകളെക്കുറിച്ച്. ഐനമാ കുന്തും വഹുവ മഅക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സാമീപ്യം നാം ഒരു മുറിയിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ജനക്കൂട്ടത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും ഏത് പാറക്കെട്ടിനുള്ളിലായാലും അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. നമ്മൾ പുറത്തു പറയുന്ന വാക്കുകൾ മാത്രമല്ല, ഹൃദയത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന എല്ലാ മറഞ്ഞ കാര്യങ്ങളും അവൻ അല്ലാമൽ ഒയൂബാണ്. ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയാവുന്നവനാണ്. നമ്മുടെ തേങ്ങലുകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വേദനകൾ അറിഞ്ഞുകൊണ്ട് റബ്ബു സുബ്ഹാനഹു തആല അവിടെ കാണുന്നതാണ്. നമ്മുടെ വിഷമങ്ങൾ സുബ്ഹാനഹു തആല ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയുന്നവനാണ്. ഓരോ അനക്കവും ഹൃദയത്തിൻ്റെ വേദനകൾ ആരോരുമില്ലാത്ത നേരത്ത് അവനോട് പറയാൻ അവൻ മാത്രമാണ് സഹായിക്കാനുള്ളത് എന്നുള്ള ദൃഢമായ നിശ്ചയവുമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അവനാണ് നമ്മുടെ നാഥൻ, അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു ജല്ല ജലാലുഹു. അവനാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന ആ ചിന്തയോടുകൂടി നാം മുന്നേറുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരിടത്ത് പറയുകയാണ്, നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്, നാം അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ്. അപ്പോൾ ഒന്ന് നോക്കൂ, കാരണം ലോകത്തൊരു ഇല അനങ്ങണമെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആലയുടെ ചലനത്തിലാണ്. നാം മാതാവിൻ്റെ വയറ്റിൽ അഥവാ ഒരു ബീജത്തുള്ളിയിൽ നിന്നും നാം ഇന്ന് മനുഷ്യൻ എന്ന രൂപം കൊണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? വെറും ഒരു വെള്ളം പോലുള്ളതും പിന്നെ അത് മാംസക്കഷണമായി വന്നതും നാം ഒന്ന് നോക്കൂ. പിന്നെ അതിൽ എല്ലുകൾ രൂപപ്പെട്ടതുമെല്ലാം നാം ഒന്ന് ഓർത്തു നോക്കൂ. സമയം കിട്ടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക. മാതാവിൻ്റെ വയറ്റിൽ ആ ബ്ലഡിന് ചുറ്റും നാം കിടന്ന് 9 മാസത്തോളം അതിൽ കണ്ണ് രൂപം കൊണ്ടു. നാവ് ശരീരത്തിൻ്റെ ഉടൽ മുഴുവനും രൂപപ്പെടുത്തിയതാരാണ്? അതിലെ ജീവൻ നൽകിയതാരാണ്? ആ ശ്വാസം നൽകുന്നതാരാണ്? സുബ്ഹാനഹു തആലയുടെ അപാരമായ കഴിവിനെക്കുറിച്ച് നാം ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കുക. മനുഷ്യന് യാതൊരു കഴിവുമില്ല അള്ളാഹു തന്ന കഴിവല്ലാതെ എന്ന് നാം ചിന്തിക്കുക. ഈ മുഅ്മിനീങ്ങളെ, ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് അവൻ്റെ ഹംദിനെയും ശുക്രിനെയും നാം ആദരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നാം മുന്നേറുക. അള്ളാഹു നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.